ഈ സംഭവം നടക്കുന്നത് ഒരു മാസം മുൻപാണ്. ഇപ്പോഴും എനിക്കതത്ര വ്യക്തമല്ല. കുറച്ചു പേരോടെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. പലരും ചിരിച്ചു കളിയാക്കും. നിന്റെ ഉറക്കക്കുറവ് കൊണ്ട് തോന്നുന്നതായിരിക്കും എന്ന് പറയും. പക്ഷേ ഞാൻ കണ്ടത് വെറുമൊരു തോന്നലായിരുന്നില്ല. ഞാനൊരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനറാണ്. കൊച്ചിക്കടുത്ത് ഒരു ചെറിയ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. രാത്രി വൈകിയുള്ള ജോലിയായതുകൊണ്ട് കിടക്കാൻ ഏകദേശം 2-3 മണിയാകും. ആ രാത്രി ഇത് പ്രൊജക്റ്റ് നടക്കുകയായിരുന്നു. 3 മണിയോടെ കണ്ണൊക്കെ പഴുത്ത അവസ്ഥ. കിച്ചണിൽ പോയി ഒരു കോഫി ഇടാം എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഫ്ലാറ്റിന്റെ ലേഔട്ട് അനുസരിച്ച് കിച്ചണിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിനും ബാത്റൂമിനും ഇടയിൽ ഒരു വലിയ നിലക്കണ്ണാടിയുണ്ട്. ഞാൻ വാങ്ങിയതല്ല, ഫ്ലാറ്റ് എടുക്കുമ്പോഴേ അത് അവിടെ ഉണ്ടായിരുന്നു. ആ കണ്ണാടി എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ടായിരുന്നു. സൈഡ് വിഷനിൽ അതിലെന്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ ആകെ ഒരു ഈറി വൈബ്. ആ രാത്രി ഞാൻ അതിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. ഞാൻ നടക്കുമ്പോഴും കണ്ണാടിയിലെ എൻ്റെ റിഫ്ലക്ഷൻ അനങ്ങാതെ നിൽക്കുന്നത് പോലെ എൻ്റെ സൈഡ് വിഷനിൽ ഞാൻ കണ്ടു. ഞാൻ അതിൻ്റെ മുന്നിൽ പോയി നിന്നു. അതിനെ തുറച്ചു നോക്കി. ഒരേ മുഖം, ഒരേ വസ്ത്രം, ഒരേ അലങ്കോലമായ മുടി. പക്ഷേ എന്തോ ഒരു വശപ്പിശക് പോലെ. ഞാൻ കൈ ഉയർത്തി നോക്കി. എൻ്റെ റിഫ്ലക്ഷൻ എന്നെ അനുകരിക്കുന്നുണ്ടോ എന്നറിയാൻ. പക്ഷേ അത് അനങ്ങിയില്ല. അപ്പോഴേക്കും എൻ്റെ ഹൃദയം മരണമണി മുഴങ്ങും പോലെ മുഴങ്ങി. ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് ഓടി. വാതിലടച്ചു. രാവിലെ വരെ പുറത്തിറങ്ങിയില്ല. രാവിലെ എണീച്ച് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. എല്ലാം നോർമലായിരുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം ആ റിഫ്ലക്ഷൻ റിപ്പീറ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനൊന്ന് നാട്ടിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു അയൽക്കാരി അവർ പറഞ്ഞു, ഞായറാഴ്ച രാവിലെ പേപ്പർ എടുക്കാൻ പുറത്തിറങ്ങി എന്നെ അവർ കുറേ വിളിച്ചെന്ന്. ഞാൻ കേട്ടില്ലെന്ന്. പക്ഷേ ആ ഞായറാഴ്ച ഞാൻ നാട്ടിലായിരുന്നല്ലോ. എന്നാലും അവരാരെയായിരിക്കും കണ്ടത്?